ഗൈസ് വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ വീഡിയോ. അപ്പം നമ്മൾ ബ്രസൽസിലാണുള്ളത്, ബെൽജിയം. സോ ബ്രസൽസിൽ ഇത് എൻ്റെ നെവ്യൂ ആണ് ജുവാൻ. അപ്പോൾ ഇന്ന് ജുവാനാണ് എൻ്റെ ഗൈഡ് അല്ലേ? ജുവാൻ ബ്രസൽസ് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞത്. നമ്മളൊന്നുമില്ല, ഇന്ന് ജസ്റ്റ് നമ്മൾ അടുത്തുള്ള ഇവിടുത്തെ മെയിൻ സെൻട്രൽ സ്ക്വയർ, പിന്നെ മാനിക്കൻ പിസ്, അതൊക്കെ ആ ഏരിയ, പിന്നെ കുറച്ച് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ നമ്മൾ ഇറങ്ങുകയാണ്. നിയർ കുറച്ച് അട്രാക്ഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ ബസ് ഏതാണ് ലൈൻ ഏതാ? നമ്മൾ 63 പിടിച്ചിട്ട് മേസറിൽ ഇറങ്ങി, മേസറിന് 12 പിടിച്ചിട്ട് മേസറിന്ന് ഇറങ്ങിയിട്ട് മാൽബീക്കിൽ ഇറങ്ങിയിട്ട് മാൽബീക്കിന് ഏതോ ഒരു മെട്രോ 1 or 5 മെട്രോ എടുത്തിട്ട് അതാണ് നമ്മൾ അങ്ങനെയാണ് പോകുന്നത്. ലെറ്റ്സ് സീ. ഇതേ ബസ് വന്നിട്ടുണ്ട്. 63 ഇതല്ലേ? ഇതൊക്കെ പാർട്ടി വേണോ? നമ്മൾ ബസ് കയറി നമ്മളിപ്പോൾ ഇവിടുന്ന് എന്തോ മെയ്സർ എന്ന് പറഞ്ഞാൽ മെയ്സർ അങ്ങോട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അതായത് ബസ് മാറിക്കറണം, അത്രേ ഉള്ളൂ. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ് കേട്ടോ. ലൈക്ക് ഒരു കറക്റ്റ് ടൈം പറഞ്ഞാൽ ആ ടൈമിന് തന്നെ ബസ് അവിടെ വന്നിരിക്കും. അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ മെട്രോ ഇറങ്ങി, ബസ് ഇറങ്ങി. ഇനി നമ്മൾ മെട്രോയിൽ കയറുന്നു. അപ്പോൾ എനിക്കൊന്നും മെട്രോയും ബസ്സും എല്ലാം കൂടി ഒറ്റ കാർഡാണ് മതി. നമുക്ക് ഈ കാർഡ് വെച്ച് ടൈപ്പ് ചെയ്യാം. അത് എവ്രിവെയർ അല്ലേ? ബസ്സിലും മെട്രോ, ട്രാം എല്ലാത്തിനും കൂടി ഒറ്റ കാർഡുള്ളൂ. ഇത് ഇവിടെയും അണ്ടർഗ്രൗണ്ടാണ് കേട്ടോ മെട്രോ. എനിക്ക് തോന്നുന്നൊരു 2 floors എന്തോ അടിയിലേക്ക് അല്ലേ? യെസ്, അത് കൊള്ളാം. എത്രാമത്തെ സ്റ്റോപ്പ്? ഒന്നും കാണുന്നില്ല. സ്ക്വയറല്ലേ ഇവിടുത്തെ മെയിൻ സ്ക്വയർ. യൂറോപ്പിലെവിടെ നിങ്ങൾ ഏത് കൺട്രിയിൽ പോയാലും ആ സ്ക്വയർ ഉണ്ടാവും. ലൈക്ക് നമ്മുടെ പാരീസിൽ നമ്മളവിടെ പോയിരുന്നു. ഇപ്പം ബ്രസൽസിൽ ഈ സെൻട്രൽ പാലസ് ആണ്. പിന്നെ ആംസ്റ്റർഡാമിൽ ഡാം സ്ക്വയർ, അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഓരോ ഇതുണ്ടാവും, സ്ക്വയേഴ്സ് ഉണ്ടാവും. ഓക്കെ, എങ്ങനെയാണ് മോനെ പോണേ? നീ നേരെയാണോ പോണേ? ഓക്കെ, എത്തിയോ? സ്ഥലം എത്തിയോ? ഓ, ഈ ഫ്രണ്ടിൽ കാണുന്നതാണ് സ്റ്റേഷൻ സർക്കിൾ അല്ലേ? എന്താണ് സ്റ്റേഷന്റെ ഈ ഒരു സർക്കിൾ? ഓക്കെ. അപ്പോൾ ഇവിടെ ഒരു കാറ്റ്ഫോർ എക്സ്പ്രസ് ഉണ്ട്, ഷോപ്പായിട്ട്. അതാണ് ട്രെയിൻ സ്റ്റേഷൻ. പിന്നെ ഡെവലപ്മെന്റ് കോഴ്സിനെ പറ്റി എഴുതിയിട്ടുള്ളത്. ഗൈസ്, എന്തോ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. സെൻട്രലിൽ പോണ വഴിക്ക് എന്തോ കാണിച്ചിരുന്നു കൊണ്ടുവന്ന. പക്ഷെ എന്തായിരുന്നു? പെയിന്റിംഗ് മ്യൂറൽ പോലെയാണ്, മരത്തിന്റെ ഫുൾ മ്യൂറലാണ്. അതിപ്പോ എടുത്തു. ഓക്കെ, എന്തോ മ്യൂറൽ വർക്ക്. ഓ, ഇന്നത്തെ ഇതല്ലേ? ഓക്കെ ഓക്കെ, അത് പോയി ഗൈസ്, അതില്ല. അടിപൊളി അടിപൊളി. വീട്ടിൽ തിരക്കില്ലാന്ന് പറഞ്ഞോളൂ, ഇപ്പൊ തന്നെ തിരക്ക്. ഈ സ്ട്രീറ്റിൽ കൂടെ നടക്കുമ്പോൾ ഉണ്ടല്ല, ചോക്ലേറ്റ്സിൻ്റെ വെറുതെ നല്ല എന്താ പറയുക, ആ അരോമയല്ലേ ചോക്ലേറ്റിൻ്റെ, ആ ഒരു സ്മെല്ലാണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. ലൈക്ക് യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഫൈനലി ദി മോസ്റ്റ് ഐക്കോണിക് പ്ലേസ് ഇൻ ബ്രസൽസ്, ദി സെൻട്രൽ. യെസ്, ഗ്രാൻഡ് പ്ലേസ്. ഓ, ഇവിടെയൊക്കെ ചില മ്യൂസിയംസ് ഉണ്ട്. അതൊക്കെ ഫസ്റ്റ് സൺഡേ നമുക്ക് നോക്കാം. ഫസ്റ്റ് സാറ്റർഡേ. ഓ, എന്ത് രസം നോക്കിയ ഗൈസ്. ജസ്റ്റ് സീ ഔട്ട് ഗോ ജുവാൻ. എൻ്റെ അടുത്തേക്ക് പോലെ എന്താ, ഇതാണ് ദി സെൻട്രൽ ബ്രസൽസ്. ഓ, സൂപ്പർ സൂപ്പർ. ഇവിടെയൊക്കെ നൈറ്റ് ലൈഫ് പൊളിയാണ്. അതെ, ഇവിടെ നൈറ്റിൽ വേറെ വൈബാണ് കേട്ടോ. നമ്മൾ ആ സമയത്തും ഇന്ന് രാത്രി അല്ലെങ്കിൽ മേ ബി കമ്മിങ് ഡേയ്സ് നമ്മളിങ്ങോട്ട് വരുന്നുണ്ട്. ഗൈസ്, വെറുതെ അടിപൊളി കേട്ടോ. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വേറൊരു ഫീലാണ്. ഇപ്പോഴാണ് ബ്രസൽസ് എത്തിയ ഒരു ഫീല് വന്നത്. ഭയങ്കര ഒരു എന്താ പറയുക, നിങ്ങളുടെ ഭാഷ പറഞ്ഞാൽ ഡിലക്സോ അല്ലേ? അതാണ് ഇവരുടെ ഭാഷ. കൊള്ളാം, അടിപൊളി. ഇനി ഇവിടെ പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്ലേസിന് ഏകദേശം ഇവരുടെ ഈ പ്ലേസിൻ്റെ സർക്കിളാണ് മിക്ക എല്ലാ
അട്രാക്ഷൻസ് അല്ലേ? മാനിക്കൻ ബസ്സും പിന്നെ ഈ ഫേമസ് എല്ലാ ഫുഡ് അട്രാക്ഷൻസും ഈ ഒരു സർക്കിളിലാണ്, ഒരു 2 to 3 കിലോമീറ്റേഴ്സിനുള്ളിലാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. ഇനി അടുത്ത എന്താണ് ചെയ്യാൻ നമ്മുടെ പ്രോഗ്രാം? അടുത്ത എവിടെ പോകണം നമ്മൾ? നമുക്ക് ഇതിവിടെ പോകണ്ടേ? മാനിക്കൻ ബസ് പോകണ്ടേ? പിന്നെ ഈ ഗ്രാൻഡ് പ്ലേസിൽ നിങ്ങൾ വരുമ്പം എന്തായാലും മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റമാണ് ഗൊഡീവ ചോക്ലേറ്റ്. ഗൊഡീവ. അപ്പം ഇത് ഇവിടുത്തെ ഒരു ഫേമസ് സാധനമാണ്. നമ്മളിവിടെ കയറുന്നുണ്ട്. നമ്മൾ ചോക്ലേറ്റ് ഹണ്ടിങ്ങിനായിട്ട് തന്നെ ഒരു ദിവസം ജുവൻ. അപ്പം നമ്മൾ എല്ലാ ഷോപ്പിലും നമ്മൾ തേരാപ്പാര കയറുന്നതായിരിക്കും. ഇപ്പം നമ്മൾ തൽക്കാലം കയറുന്നില്ല. ബട്ട് ദിസ് ഇസ് ദി മോസ്റ്റ് ഫേമസ്, ദി മോസ്റ്റ് ടേസ്റ്റബിൾ എന്നാണ് പറയുന്നത് അല്ലേ ഗുഡിയോ? പിന്നെ ഉള്ളത് ലിയോണിദാസ് അല്ലേ? യാ അല്ല, ഇവിടെ എല്ലാം ചോക്ലേറ്റും അടിപൊളിയാണ്. ബട്ട് ചില ഷോപ്സ് ഭയങ്കര. അപ്പോൾ നമ്മൾ ഈ ബ്രസൽസിനായിട്ട് നമ്മുടെ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന ഒരു സാധനമുണ്ട്. ഏത്? മാനിക്കൻ ബ്രസിൻ്റെ ആ ഒരു സ്റ്റാച്ചു. അതൊരു കുട്ടി യൂറിനേറ്റ് മൂത്ര വയ്ക്കുന്ന ഒരു സ്റ്റാച്ചു ആണ്. അതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ഏതോ ഒരു മിനി ഇയേഴ്സ് ബാക്ക് ഇവിടെ എന്തോ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നോ, അതിൽ ഈ കുട്ടി മൂത്ര വെച്ച് അതിൻ്റെ ബേസ് കിടത്തിയെന്നോ അങ്ങനെയൊക്കെയാണ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് അത്. അപ്പം ഇതെന്തോ എനിക്കൊന്ന് നാഷണൽ ഡേ ആയതുകൊണ്ടാണോ ഇവർ ഈ ഇത് ഡിപ്പിക്കുന്നത്? ഇതിന് പലരും പല ഹിസ്റ്ററി പറയുന്നുണ്ട്. മെയിൻലി ഈ ഒരു ഇതാണല്ലേ സ്റ്റോറി. ഇതിനൊരു ഡ്രസ്സ് ഇടിപ്പിച്ചിട്ടുണ്ട് അവർ. ഗൈസ് ഇവിടെ കണ്ട ഈ മറ്റേ മാനിക്കൻ ബസിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിട്ട് ഇതെന്തോ സെൻസറാന്ന് തോന്നുന്നു. ഗൈസ് മറ്റേ മാനിക്കൻ ബസിൻ്റെ അവിടെ അടുത്തൊരു വേഫിൾ ഷോപ്പാണ്. എൻ്റെ പൊന്നെ, കുറേ ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് വേഫിൾ അയച്ചാലും സീനില്ല. പക്ഷേ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട് ഒരു ഫേമസ് ഒരു ഷോപ്പിൽ നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോകും. നമ്മളിനി ദി വേഫിൾ ട്രൈ ചെയ്യാൻ പോകണം. ഇവിടെ ബെൽജിയത്തിൻ്റെ പ്രസിഡൻ്റ് ഏറ്റവും ഫേമസ് ആണല്ലോ വേഫിൾ. അതിനും ഫേമസ് ആയ ഒരു ഷോപ്പാണ് ഈ കാണുന്നത്, ദി വേഫിൾ ഫാക്ടറി. മാനിക്കൻ ബസ്സിന് ഒരു ജസ്റ്റ് ഒരു 60 മീറ്റേഴ്സ് അല്ലെങ്കിൽ 100 മീറ്റേഴ്സ് അവയാണ്. ചെക്കൗട്ട് ഇത് കണ്ട ഗൈസ്, അവിടെ കണ്ട സാധനം പുള്ളി എല്ലായിടത്തും പോയിട്ട് വെള്ളം സ്റ്റീറ്റിംഗ് അപ്പം ഇവിടെ ഇഷ്ടംമാതിരി വെറൈറ്റീസ് ഉണ്ട്. ഇതൊരു ലാവ് ഫേമബിൾ എന്ന് പറഞ്ഞൊരു ഷോപ്പാണ്. അടിപൊളി കുറേ വെറൈറ്റീസ് ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് ഈ 2 ഐറ്റമാണ്, 2 ഹോട്ട് ചോക്ലേറ്റും ഈ ഒരു വേഫിളാണ്. ഇതെന്ത് വേഫിളാണ് വെച്ചാൽ ന്യൂട്രൽ എന്തോ. പിന്നെ ഇതെന്തോ ഓക്കെ. ഇവിടെ നിന്ന് വേഫിൾ അടിച്ചാലും നല്ലതൊക്കെ തന്നെ. മറ്റേ കുറച്ച് ഫേമസ് ആണ്, സീറ്റിംഗ് ഇല്ല. ഇതും ഒരു ഫേമസ് ഇതാണ്. എന്തായാലും കഴിക്കട്ടെ. യെസ്, കഴിച്ചോ ജോൻ, കഴിച്ചോ? അവൻ വീഡിയോ. ഓക്കെ, ഇവരിത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം കേട്ടോ. നമ്മൾ ഇന്നലെയും കഴിച്ചില്ല, ഇന്നലെ അവിടെ നിന്ന് സ്ട്രീറ്റിൽ നിന്ന് കഴിച്ച. മസ്റ്റ് ട്രൈ ഗൈസ്. ഇവിടെ വരുമ്പോൾ സൂപ്പർ കഴിച്ചിട്ടാണ് ഗൈസ്. നമ്മൾ അവിടുന്ന് മറ്റേ വേഫിളൊക്കെ കഴിച്ച് ഇറങ്ങി. ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ദി ഫേമസ് ബെൽജിയം ഫ്രൈസ്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് എന്നൊക്കെ അവിടെ നിന്ന് പറയുന്ന സംസ്ഥാനം, ശരി അത് ബെൽജിയം ഫ്രൈസാണ്. അതിന് ഒരു ഫേമസ് സ്പോട്ടുണ്ട്. എന്താണ്? ഫിറ്ററി ടബോറ. ഫിറ്ററി ടബോറ, അതാണ് ആ ഷോപ്പിൻ്റെ പേര്. അത് അവിടെ നിന്നാണ് കഴിക്കേണ്ടതാണ് എല്ലാവരും പറയണം. സോ ലെറ്റ്സ് ട്രൈ ദാറ്റ്. പക്ഷെ അവിടെ കിട്ടുമോ എന്നുള്ള കാര്യം സീനാണ്. ലൈക്ക് ഭയങ്കര ക്യൂ ആണ് അവിടെ, എപ്പോഴും ഭയങ്കര തിരക്കാണ്. അതെ, എപ്പോഴും ക്യൂ ആണെന്നുള്ള സീനാണ് കേട്ടേക്കണം. ഇത് ഇവിടെ എന്ത് ലെങ്സ്ബർഗ് സൈക്കിൾ സ്പോർട്സ് ഐറ്റംസിൻ്റെ ഇതാണോ? റോളക്സ് വാച്ച്. This watch the car. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ വെരി കോൺഷ്യസ് ഓൺ ബ്രാൻഡ്സ്. ലൈബ്രറി എന്തെങ്കിലും ആണോ? ഓ, ബിയർ മ്യൂസിയം ആണോ?
ഓക്കെ ഗൈസ്, അവിടെ ഏതൊരു കഫേയിൽ ഒടുക്കത്തെ ക്യൂ. അത് ഏതാടാ ആ കഫേ? അല്ല ക്യൂ ഉണ്ട്. ആ പക്ഷെ ഓക്കെ. ബട്ട് അപ്പം ഇതാണ് ഗൈസ് ആ പറഞ്ഞ ഷോപ്പ്, ഫിറ്ററി ടബോറ. ടബോറ. വലിയ ക്യൂ ഇല്ല ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നു മേ ബി ഒരു 30 മിനിറ്റ്സിൽ കിട്ടുമായിരിക്കാം. ക്യൂ നിൽക്ക്. ഇതാണോ ക്യൂ? യെസ്, കണ്ടോ ഗൈസ്, ഒരു ബെൽജിയം ഫ്രഞ്ച് ഫ്രൈസും ബെൽജിയം ഫ്രൈസാണ് ശരിക്കും. അതിൻ്റെ ഷോപ്പാണ് ക്യൂ. ഇതൊന്നും അല്ല കേട്ടോ ഗൈസ്, ഇവിടെ ശരിക്കും അല്ലേ ഒടുക്കത്തെ ക്യൂ ആണ്. എന്തോ ഭാഗ്യത്തിന്. അതെ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. ഇവിടെ ഭയങ്കര തിരക്കാണോ ഗൈസ്. ഞങ്ങൾ ഓർഡർ ചെയ്ത് ഞങ്ങളൊരു ലാർജ് ഫ്രൈസ് വിത്ത് മായോ ഒരു കോക്കും പറഞ്ഞിട്ടുണ്ട്. നേരത്തെ കുറച്ച് മലയാളീസിനെ കണ്ടു, അവരും ഫ്രം കൊച്ചിയിൽ നിന്നാണ്. യെസ്, അപ്പോൾ ഇതാണ് സ്പെഷ്യൽ സാധനം. ലാർജ് വിത്ത് മായോ. ഒരു കോക്ക് മേടിച്ചാണ്. അവിടെ ഇരിക്കാൻ സ്ഥലമില്ല, പുറത്തൊരു ബെഞ്ചിലിരിക്കണം. സോ ലെറ്റ്സ് ടേസ്റ്റ്. കൊള്ളാം. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലത്തെ ഐറ്റം അല്ല കേട്ടോ, ഭയങ്കര സോഫ്റ്റ്. കൊള്ളാം. അധികം സോൾട്ടി അല്ല, രസമുണ്ട്. എന്തായാലും ഇവിടെ വരാം, മസ്റ്റ് ട്രൈ. ഇവിടെ വരുമ്പം ഈ ഷോപ്പ് ഫിറ്റോറ ടബോറ അല്ലേ, ചുമ്മാ അങ്ങ് നടക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ആക്ച്വലി വീട് ലീഗലിനോ കഞ്ചാവ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോപ്പ് ഉണ്ടെങ്കിൽ നിർത്താം. ദാറ്റ് ഈസ് ദ കാന ഹൗസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ്. ഇവിടെ ഇഷ്ടമായ ഷോപ്പുകളുണ്ട് അങ്ങനെ. ഇവിടെയൊക്കെ അത് ലീഗലാണ്. സോ അവിടെ നമ്മൾ ഫ്രൈസൊക്കെ കഴിച്ച് നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുമായിരുന്നു. ഇനി പ്രത്യേകിച്ച് പ്ലാൻസ് ഒന്നുമില്ല. നമ്മൾ പോവാണ്. ബിക്കോസ് നാളെ നമ്മൾ വേറെ ഒരു കൺട്രിയിലേക്ക് പോകുന്നുണ്ട്. ദി കൺട്രി വിച്ച് ലവ്സ് ടുലിപ്സ്, സൈക്കിൾസ് ആൻഡ് ദി കളർ ഓറഞ്ച്. ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവില്ലേ? അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇനി പാക്കിംഗ് പരിപാടികളൊക്കെ ഉണ്ടാകുന്നു. നമ്മൾ നാളത്തെ ഒന്ന് പ്ലാനൊക്കെ ചെയ്യണം. മേ ബി ചിലപ്പോൾ ഈവനിങ് ചിലപ്പോൾ നമ്മളൊന്ന് ഇറങ്ങുമായിരിക്കും വീണ്ടും. സോ ദാറ്റ്സ് ഇറ്റ്. വി ആർ സൈനിങ് ഓഫ് ഫ്രം ബ്രസൽസ്. ദിസ് കിമിച്ച്, ദിസ് ഇസ് ജോആൻ. Catch you guys in the next video. Hello sir. ഞാൻ സാറിൻ്റെ ഓഫീസർ.